ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്. അപ്പൊ കാൽക്കുലസ് ഒരു സ്പെക്ടേറ്റർ സ്പോർട്ട് അല്ല. നോക്കിക്കണ്ട് പഠിക്കാൻ പറ്റില്ല, കേട്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെയുള്ള പ്രമാണം. പക്ഷേ ഈ ഒരു ഹിറ്റ്ലർ പറഞ്ഞ മാതിരി ലൈ ടോൾഡ് തൗസൻഡ്സ് ഓഫ് ടൈംസ് ഓവർ വിൽ ഇവൻച്വലി ബി ഇന്റർപ്രറ്റഡ് ആസ് ട്രൂത്തോ, അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസിനെ കുറിച്ച് കേട്ട എന്തായാലും പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ടെക് ഗ്രൂപ്പിൽ എന്തിനാണ് മാത്തമാറ്റിക്സിന്റെ വൺ ഓഫ് ദി കോർണർ സ്റ്റോൺ സബ്ജക്റ്റ് പഠിക്കണേ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചോദ്യം ആദ്യം തന്നെ വരാം. അപ്പോൾ അത് ഈ ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ ഇൻ മൈ യങ്ങർ ഡേയ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ, അപ്പോൾ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് തന്നെ പഠിച്ചു. അതായത് കോളേജിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തത് മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. മാത്തമാറ്റിക്സ് ഒരു ഐച്ഛിക വിഷയമായിരുന്നില്ല. ബട്ട് ദർ വാസ് എൻ ഓപ്ഷൻ ടു ടേക്ക് മാത്തമാറ്റിക്സ് ആസ് എൻ അഡീഷണൽ സബ്ജക്ട്. അപ്പോൾ അതിന് ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷെ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വെറുതെ ആവശ്യമില്ലാത്തൊരു എക്സ്ട്രാ സബ്ജക്റ്റ് പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ഈ ഫിസിക്സിന്റെ ബുക്കിലൊക്കെ DY/DX എന്നൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങാണ്ട് ഒരു ദിവസം പറഞ്ഞു, DY-നെ DX വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, അങ്ങനെ DY/DX ഇതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ലിമിറ്റ് അറിയാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാൽക്കുലസ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. പിൽക്കാലത്ത് ഒരു പുള്ളി എന്നെ അപമാനിച്ചു. ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് അറിയാത്ത നീ ലൈഫിൽ അധികം പോവില്ല എന്നുള്ളത്. അയാളോട് ഞാൻ ഇന്നും വളരെ നന്ദിയുള്ള ആളാണ്. കാരണം ഈ ഭയങ്കര വിഷമമൊക്കെ ആയി, അയാളോട് ദേഷ്യമൊക്കെ വന്നു. അങ്ങനെ 1990, ഇപ്പൊ എനിക്കിവിടെ ഡേറ്റ് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കാല് പിടിച്ച് ജനാർദ്ദനൻ പിള്ളയുടെ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ ABC, മറ്റേ അജിത് ബുക്ക് സെന്റർ എന്ന് കണ്ടാണ്, പുള്ളിയുടെ മകന്റെ പേരാണ്, ജനാർദ്ദനൻ പിള്ളയുടെ എഴുതിയൊരു ബുക്ക്. അത് വെച്ചിട്ടാണ് കാൽക്കുലസ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. സോ ഇൻ എ മാറ്റർ ഓഫ് ഒരു 3-4 months ബേസിക് ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും കുറച്ച് പാർഷ്യൽ ഡിഫറൻഷിയേഷനും അങ്ങനെയൊക്കെ പല ബുക്സ് ഒക്കെ നോക്കി ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുത്തിട്ട് ഒരു കാൽക്കുലസിനെ കുറിച്ച് സംസാരിക്കാൻ പഠിച്ചു. പിന്നെ പിൽക്കാലത്ത് പ്രോഗ്രാമിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണെന്ന് മനസ്സിലായി, കുറേയൊക്കെ അത് പഠിച്ചു. പിന്നെ ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ച് പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചപ്പോൾ ദാറ്റ്സ് ഹൗ മൈ നോളജ് ഓഫ് കാൽക്കുലസ് ഗോട്ട് ബെറ്റർ. അപ്പൊ ഈ കാൽക്കുലസിന്റെ നോളജ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പ്രോഗ്രാമേഴ്സിനെ രണ്ടായിട്ട് തിരിക്കും, കാൽക്കുലസ് ബ്ലസ്ഡ്, കാൽക്കുലസ് ബ്ലൈൻഡ്. ഓക്കെ, അപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നത് അവിടെ ഒരു നല്ലൊരു പ്രോഗ്രാമർ ഉണ്ടാവും, നിന്നെ അടിച്ച് മാറ്റും എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കാൽക്കുലസ് അറിയാവോ, ഇനി കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാൾ പറയണേ ഞാൻ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അവനത് അറിഞ്ഞോടാന്ന് അർത്ഥം. അപ്പോ ഇവിടെ ഒരു ഇപ്പൊ കാൽക്കുലസ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ if you don't understand differential and integral calculus, you haven't seen the world എന്നുള്ളൊരു ഷവൂനിസ്റ്റിക് അപ്രോച്ച് ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ പക്ഷെ പിൽക്കാലത്ത് അത് മനസ്സിലായി, there are different kinds of intelligence. പക്ഷെ nonetheless ഒരു മാത്തമാറ്റിക്കൽ അക്യൂമൻ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമുക്ക് നൊട്ടേഷനൊക്കെ വായിക്കണമെങ്കിൽ തീർച്ചയായും. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ കാൽക്കുലസ്? അപ്പൊ കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് ഉണ്ട്, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഉണ്ട്, പിന്നെ ലാംഡ കാൽക്കുലസ് ഉണ്ട്. ഇപ്പൊ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോൺ ആണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് കാൽക്കുലസ് എന്ന് വെറുതെ ക്വാളിഫയർ ഇല്ലാതെ പറഞ്ഞാൽ, അൺലസ് അതർവൈസ് സ്റ്റേറ്റഡ്, അതിനെ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസ് എന്നോ അല്ലെങ്കിൽ അതിനെ ഇൻഫിനിറ്റെസിമൽ കാൽക്കുലസ് എന്നാണ്. അതിനെ ഇൻഫിനിറ്റെസിമൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റെസിമലി സ്മോൾ ചേഞ്ച് എങ്ങനെ ഫങ്ഷൻസുമോ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് കാൽക്കുലസ്. അപ്പൊ നമുക്ക് റദർ ദാൻ സ്പീക്കിംഗ് മോർ അബൌട്ട് കാൽക്കുലസ്, വി വിൽ സീ കാൽക്കുലസ് ഇൻ ആക്ഷൻ ഇൻ ദ മോസ്റ്റ് സിമ്പിൾ മാനർ. അപ്പോൾ ഈ കാൽക്കുലസിൽ 2 ഓപ്പറേഷനാണ് മെയിൻ ആയിട്ടുള്ളത്, ഡിഫറൻഷിയേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട്. പിന്നെ ഒരു സാധനമുണ്ട് ഡിഫറൻഷ്യൽ ഈക്വേഷൻ. വേറെ ഇന്റഗ്രേഷന്റെ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഓർഡിനറി ഡിഫറൻഷിയേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതെന്താണ്, ഈ കണ്ടന്റ് ഞാനിപ്പോൾ ChatGPT വഴി ജനറേറ്റ് ചെയ്തെടുത്താണ്. സോ
someday I will actually convert this into notebook, and then okay, it can be published as a small book for better comprehension. The first principle of differentiation, also known as the definition of derivative, is given by ഈ എഫ് പ്രൈം എക്സ് എന്നാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഇതിന് തൊട്ടടിയിൽ റെഡ് ലൈൻ്റെ അടിയിൽ പ്രൈം ഉണ്ട്. എഫ് പ്രൈം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഇത് ചെയ്യണം. ചില ആൾക്കാർ അവിടെ ഇപ്പൊ 2 പ്രൈം ഉണ്ടെങ്കിൽ അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ്, 3 ഉണ്ടെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ്. പല സ്ഥലത്ത് ചിലപ്പോൾ ബ്രാക്കറ്റിൽ നമ്പർ ഇടും. 0 എന്ന് പറഞ്ഞാൽ 0, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി, അത് ഇൻഫിനിറ്റെസിമലി സ്മോൾ, അത് മിക്കവാറും 0.0001 ഒക്കെ ആയിരിക്കും എച്ച്. അപ്പോൾ ഈ ആദ്യം തന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ y = f of x എന്നുള്ള ഒരു ഫംഗ്ഷൻ എന്താന്നുള്ളത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, വൈനെ നമ്മൾ വിളിക്കുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നാണ്. എക്സിനെ വിളിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോ ഇപ്പോ y = ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. ഇപ്പൊ ഈ ഫംഗ്ഷൻ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്കെയിലർ ഇൻപുട്ട്, അതായത് ഒരു സിംഗിൾ നമ്പർ ഇൻപുട്ട് ആയിട്ട് ഒരു സിംഗിൾ നമ്പർ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഫംഗ്ഷനെ മാത്രം നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സിനെ വിളിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ടീനെ വിളിക്കുന്നത് വൈനെ വിളിക്കുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നാണ്. അപ്പോൾ എക്സിലുള്ള ഒരു സ്മോൾ ചേഞ്ച് എങ്ങനെ വൈനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓർഡിനറി ഡിഫറൻഷിയേഷന്റെ ഫസ്റ്റ് ഇതിന്. അപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ സ്മോൾ ചേഞ്ച് ആണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ബുക്സിൽ അതിനെ എന്താ പറയാ, ഡെൽറ്റ എക്സ് എന്നായിരിക്കും പറയാ. ഓക്കെ, അപ്പോ ഇവിടെ ഡെൽറ്റ എക്സ് എന്നായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ്. അപ്പൊ ഇതാണ് ഒരു എന്താ പറയാ ഡെറിവേറ്റീവിന്റെ ഫോർമുല, എഫ് ഓഫ് എക്സ്. അപ്പോ ഈ ഫോർമുല ഇപ്പൊ കുറച്ച് അബ്സ്ട്രാക്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്ന സാധനം എന്താന്ന് പഠിക്കാം. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടെൻസ് ടു 0 എന്നോ, എച്ച് ഈസ് നോട്ട് 0, ഇറ്റ് ഈസ് ആൾമോസ്റ്റ് 0 എന്നാണ്. ഒരു സ്മോൾ ഇൻഫിനിറ്റെസിമലി സ്മോൾ ചേഞ്ച് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എഫ് എക്സ് = x², y = x². ചോദിച്ചോട്ടെ, അതായത് ലിമിറ്റ് എന്ന് വെച്ചാൽ എക്സ് ടെൻസ് ടു ചേഞ്ച് മാത്രമല്ലല്ലോ, എക്സ് അപ്രോച്ചസ് എ വാല്യൂ എന്നല്ലേ പറഞ്ഞ, ചേഞ്ച് ലിമിറ്റിൽ പറയുന്നില്ലല്ലോ അല്ലെ? അല്ല, ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫിനിറ്റെസിമലി സ്മോൾ വാല്യൂ ഇറ്റ് ഷുഡ് ബി വെരി ക്ലോസ് ടു 0, എന്നാലേ നിങ്ങൾക്ക് ആ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് അറിയാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ലിമിറ്റ് ഒരിക്കലും ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യില്ല, ഡിഫറൻസിയേഷൻ വരുമ്പോഴാണ് ചേഞ്ച് വരുന്നത് അല്ലെ? ലിമിറ്റിൽ ചേഞ്ചിനെ അങ്ങനെയല്ല. കാൽക്കുലസ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിലും കാൽക്കുലസ് ഒരു ലിമിറ്റിംഗ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് പറയാം, ഒരു ഫേമസ് പാരഡോക്സ് ഉണ്ട്, സീനോസ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് അത് സംസാരിച്ചിട്ട് നമുക്ക് ലിമിറ്റ് എന്താണെന്ന് സംസാരിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ഒരു സൂപ്പർ സെറ്റോ അല്ലെങ്കിൽ അല്ല, അവിടെ സിംബോളിക്കലിയാണ് ആ ചേഞ്ച് റെപ്രസെന്റ് ചെയ്തേക്കണേ ശ്രീത്തെ. അത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ള സാധനമില്ലേ, ആ നൊട്ടേഷൻ, ആ ലിമിറ്റ് എന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ആ നൊട്ടേഷനിൽ വെച്ചിട്ടാണ് എൻകോഡ് ചെയ്തേക്കാണ് ആ ചേഞ്ച് ക്യാപ്ചർ ചെയ്തേക്കുന്നത്. അതൊക്കെ അത് പക്ഷെ ഞാൻ പറഞ്ഞേ, ചേഞ്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിഫറൻസിയേഷനിലേ വരുന്നു. ലിമിറ്റ് സെപ്പറേറ്റഡ് എടുക്കുമ്പോൾ ചേഞ്ച് അല്ല, അത് അപ്രോച്ചിങ് ആ വാല്യൂ എന്നുള്ള രീതിയിലാണ് മാത്തമാറ്റിക്കലി. അല്ല ആയിക്കോട്ടെ, പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരം അവിടെ സിംബോളിക്കൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അതിനേക്കാൾ ഉപരി ഇപ്പൊ നമുക്ക് ലിമിറ്റ് എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു മുയലും ആമയും കൂടി ഓടുക എന്ന് വെച്ചോ ശ്രീത്തെ. ഓക്കെ, അപ്പോ ആമ ഫ്രണ്ടിലാണ്. അപ്പോ മുയല് ആമയുടെ ഒപ്പത്തുണ്ടെങ്കിൽ പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്യണ്ടേ? അപ്പൊ ആമ കുറച്ച് നീങ്ങി ഉണ്ടാവില്ലേ? അപ്പൊ
പിന്നെയും അതിന്റെ പകുതി കവർ ചെയ്യണ്ടേ, അപ്പോഴേക്കും ആമ കുറച്ച് നീങ്ങി ഉണ്ടാവൂലേ. അപ്പൊ എപ്പോഴെങ്കിലും ഈ മുയല് ആമേനെ വെട്ടിക്കും. ലിമിറ്റ് അതിനാണ് ലിമിറ്റ്. അതിന് മുയല് വെട്ടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആസ് ഈ മറ്റേ ആസ് വി മൂവ്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ, സീനസ് പാരഡോക്സിന്റെ പടം വരയ്ക്കുകയാണെങ്കിൽ, അല്ല അപ്പൊ നമ്മള് കൺവർജൻസ് സീരീസ് ഒക്കെ പറയണം അല്ലേ? അല്ല നമ്മൾ അത്രയൊന്നും പോണില്ല, ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിപ്പോ പകുതി ഡിസ്റ്റൻസിൽ പോകണം. അപ്പോഴേക്കും നമുക്ക് റെഡ് കളറിലുള്ള ആമ, അല്ലെങ്കിൽ ഇത് നമ്മൾ റെഡാന്ന് വെച്ചോ, അപ്പൊ പിന്നെ ബ്ലാക്ക് കളർ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. അപ്പോഴേക്കും ആമ ഇവിടെ എത്തിയിട്ടുണ്ടാവോ? ഇനി പിന്നെ ഇതിന്റെ നടുക്ക് കണ്ടേ, അപ്പൊ ഇത് ആമ ഇവിടെ എത്തിയിട്ടുണ്ടാവോ? അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്തൊറ്റെന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ കൺവെർജ് ഇങ്ങനെ 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 വരുമ്പോ ഒരിക്കലും ആമ എത്തില്ല എന്ന് പറയും, മനസ്സിലായോ? പക്ഷെ ആസ് യു മൂവ്, എന്താ പറയാ, ഈ സ്മോൾ ഈ മറ്റേ ആ ഡിസ്റ്റൻസ് ഇല്ലേ, റീച്ചസ് സം കൈൻഡ് ഓഫ് എ ലിമിറ്റ്. അപ്പൊ നമുക്ക് ആമയ്ക്ക് മറികടക്കാൻ പറ്റും. ഇതാണ് സീനോസ് പാരഡോക്സ്. അല്ല അവൻ നീങ്ങിലി അത് ഓക്കെ, ആക്ച്വലി റിലേറ്റീവ്ലി പറഞ്ഞ് കൺവേർജ് ചെയ്യില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അല്ല ലാൽ അത് ഡിവിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയണത്. അതായത് ആ ഡിസ്റ്റൻസ് ഡിവിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ലാൽ ഇപ്പൊ അത് പറഞ്ഞത്. ഇവിടെ വെട്ടിക്കണ്ടല്ലോ, പിടിയിട്ടുണ്ടോ? അതായത് കൺസെപ്ച്വലി അൺലെസ് ദെർ ഈസ് ലിമിറ്റ്, ഈ ഒരു ഒബ്ജക്റ്റിന് വേറെ ഒബ്ജക്റ്റിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. പിടി കിട്ടിയ അപ്പൊ എവിടെ വെച്ചാണോ ഹെഡ് സ്റ്റാർട്ട് ഉള്ളപ്പോ അതെ അതെ, അല്ല അല്ലെങ്കിൽ പിന്നെ അല്ലല്ല, അപ്പൊ അതല്ല, ഇപ്പൊ ഹാഫ് പ്ലസ് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഹാഫിന്റെ ഹാഫ് 1/4 ഇങ്ങനെ 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 പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും വണ്ണത്തില്ല. ലിമിറ്റ് കണ്ടുപിടിച്ച ടൈം എപ്പോഴായിരുന്നു സാറേ? ഇപ്പൊ ലിമിറ്റ് 1693 കണ്ടുപിടിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. കാൽക്കുലസിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെയല്ലേ ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം വന്നേ. അപ്പൊ അതിനു മുന്നേ ഇവര് സീനോസ് പാരഡോക്സ് ഗ്രീക്ക് കാലഘട്ടത്തിലുള്ളതാ. അതെ അതെ, എനിക്കറിയാം. അപ്പൊ അല്ല, അതായത് അപ്പൊ ഡിഫൻസ് എന്തായിരുന്നു ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അതായത് അത്രയും കാലഘട്ടത്തില് അപ്പൊ മോഷൻ ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വരുമായിരുന്നു അല്ല. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്നുള്ള ഒരു സ്മോൾ ചേഞ്ച് ആണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടില് അപ്പോ ഇതിന്റെ വൈ മാറുമല്ലോ, ഒരു എക്സിൽ ഒരു ചെറിയൊരു ഡെൽറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഒറിജിനൽ വൈ കുറച്ച് കളഞ്ഞിട്ട് ആ എച്ച് അതിന്റെ റേഷ്യോ വെൻ എച്ച് ബിക്കം 0, അതാണ് ഡെറിവേറ്റീവ്. അത് നമുക്ക് കുറച്ചും കൂടി ഇവിടെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എച്ച് ആയി. ഈ മുകളിലത്തെ കാണുന്നതിന്റെ എക്സ് സ്ക്വയറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കാണുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് മാപ്പ് ചെയ്യാം. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ വരും, മൈനസ് എക്സ് സ്ക്വയർ ബൈ എച്ച്. അപ്പോൾ ഈ എക്സ് ക്യാൻസൽ ചെയ്തു പോകും, ഈ എക്സും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ 2xh പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച് ആവും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഈ എനിത്തിങ് ഇപ്പൊ 2xh പ്ലസ് എച്ച് സ്ക്വയർ ബൈ 4 ആണെങ്കിൽ 2xh ബൈ 4 പ്ലസ് എച്ച് സ്ക്വയർ ബൈ 4 തന്നെ വരും. എച്ച് വെച്ചിട്ട് രണ്ട് ഇപ്പൊ എന്താ എ പ്ലസ് ബി ബൈ എച്ചിനെ എ ബൈ എച്ച് പ്ലസ് ബി ബൈ എച്ച് ആക്കാൻ പറ്റുന്ന വരി ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ 2xh 2x ആവും, എച്ച് സ്ക്വയർ ബൈ എച്ച് ആവും. അപ്പോ ഈ എച്ച് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആയ കാരണം നമുക്കത് ഇഗ്നോർ ചെയ്യാം. അപ്പൊ അതാണ് 2x ആണ് അതിന്റെ ഡെറിവേറ്റീവ്. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഡിറൈവ് ചെയ്യുന്ന ഈ മോളിൽ കാണുന്ന ഈക്വേഷന്റെ എക്സ് സ്ക്വയർ അപ്ലൈ ചെയ്തപ്പോ കിട്ടിയ ആൻസർ ആണ്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാൽ, ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിഫറൻസിയേഷനിൽ വരുന്നത് അങ്ങനെയല്ല. ലിമിറ്റ് ഇല്ലാത്തതും കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ് സ്ക്വയർ ഒരു കണ്ടിന്യൂസ് ഒരു പാരബോളയാണ്. അപ്പൊ കണ്ടിന്യൂറ്റിയും ലിമിറ്റും ഉള്ള ഫംഗ്ഷൻസേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അതിന് വേറെയും കുറെ കാര്യങ്ങളുണ്ട്, നമുക്കിപ്പോ തൽക്കാലത്തേക്ക് അത്ര റിഗറിൽ പോണ്ട. അതായത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ
ഒരു ജനറലൈസ്ഡ് ഫോർമ ഉണ്ട്. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. അപ്പൊ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അപ്പൊ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇവിടെ 3 ആയില്ലേ, അപ്പൊ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, അപ്പൊ 3x റേസ് ടു 3 മൈനസ് 1 ആയിരിക്കും, അതായത് 3x² ആയിരിക്കും. അപ്പൊ എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 4x ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇത് ഈ ഫോർമുല ജനറലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ എക്സ് റേസ് ടു എൻ ആക്കണമെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ ആക്കിയിട്ട് ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ChatGPT വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് derive the derivative of അതല്ല പ്രസിദ്ധി, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് മറ്റേ ഇത് ചെയ്താൽ മതിയല്ല, ഏതാ എക്സ് പ്ലസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ചെയ്യുന്നതിന് പകരം ഫോർമുല കിട്ടുമല്ലോ. അപ്പൊ ഇപ്പൊ ഡിറൈവ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ടു ദ പവർ ഓഫ് എൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഒരു ബൈനോമിയൽ തിയറമാണ്, അതായത് ബൈനോമിയൽ റേസ് ടു എക്സ് റേസ് ടു എന്നും എക്സ് റേസ് ടു എൻ മൈനസ് 1 വെച്ചിട്ടുള്ള അങ്ങനെ. ഓക്കെ, പറയുന്നത് ഇവിടെ കണ്ടില്ലേ, ആദ്യം തന്നെ ഒരു എക്സ് പ്ലസ് ഇതിപ്പോ എച്ച് റേസ് ടു എൻ ആക്കി, എന്നിട്ട് അത് എങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്യണത്? ഇതിന്റെ സമ്മേഷൻ ഫോർമുലയാണ്. പക്ഷേ എക്സ് പ്ലസ് എച്ച് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു, അപ്പൊ എ റേസ് ടു എൻ എന്ന്, ഇപ്പൊ എ പ്ലസ് ബി റേസ് ടു 2 വരുമ്പോ ഇതെങ്ങനെയാ വന്നതെന്നുള്ളത് നമ്മൾ കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിപ്പോ കോമ്പിനേഷൻ നൊട്ടേഷൻ ആണ്. n ചൂസ് 1 എന്നാണ്, ഇതിനെ n ചൂസ് 2 എന്ന് പറയുന്നത്. അപ്പൊ n ചൂസ് 1 എന്ന് പറയുമ്പോ n ഫാക്ടോറിയൽ അതിനാണ് n ചൂസ് 1 എന്ന് പറയുന്നത്, NC1 എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മള് n ഇപ്പൊ 3 ആന്ന് വെച്ചോ, അപ്പൊ 3 ഫാക്ടോറിയൽ ബൈ മറ്റേ എന്താ പറയാ ഈ 1 ആണല്ലോ. അപ്പോ 1 ഫാക്ടോറിയൽ, ഇത് മറ്റേ 3 മൈനസ് 1 2 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3 വരും. അതാണ് ആ 3. ഇപ്പൊ എ പ്ലസ് ബി ഹോൾ ക്യൂബ് കണ്ടിട്ടില്ലേ, എ ക്യൂബ് പ്ലസ് 3a² ബി വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഇത് എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഇതിന്റെ ഇത് കഴിഞ്ഞാൽ കണ്ട ഈ ഫോർമുല കിട്ടും, n എക്സ് റേസ് ടു n മൈനസ് 1 എന്നുള്ളത്. അപ്പൊ എക്സ് ക്യൂബിന്റെ 3x² ആയിരിക്കും. എക്സ് റേസ് ടു 10 ആണെങ്കിൽ 10x റേസ് ടു 10 മൈനസ് 1, അതായത് 9 ആയിരിക്കും. അപ്പോ x² ഡെറിവേറ്റീവ് നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ തന്നെ അല്ല, നമുക്ക് ഇങ്ങനെയും കാണാം. അപ്പൊ x² ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2x1 ആയിരിക്കും, അതായത് 2 മൈനസ് 1 1 ആയിരിക്കും. അപ്പൊ 2x ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോ നമുക്ക് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് കണ്ടാൽ ഇത് കുറച്ച് കാൽക്കുലേഷൻ സിമ്പിൾ ആവും, നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് കിട്ടും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്നുള്ളത്. ഞാനിപ്പോ ഒരു 1-2 കൂടി കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ നേരത്തെ കണ്ടത് തന്നെ ഇത് ചെയ്തോളൂ. ഓക്കെ, എക്സ് ക്യൂബ് ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ക്യൂബിന്റെ ഒക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് റേസ് ടു എന്നിന്റെ എന്താണ്? n എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. അപ്പൊ n 3 ആണെങ്കിൽ 3x റേസ് ടു 3 മൈനസ് 1 ആണ്. അത് 3x² ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് എങ്ങനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇവിടെ കാണാവുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇപ്പൊ കണ്ട, അപ്പൊ ഈ ഇവിടെ ഫോർമുല ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ ഫോർമുല. അപ്പൊ നേരത്തെ എക്സ് പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ വന്നതിന് വരെ ക്യൂബ് വരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ബൈനോമിയൽ തിയറത്തിന് വരും നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആണ് ചെയ്യണത്. അപ്പൊ എ ക്യൂബിന് വരും എക്സ് ക്യൂബ് വരും, 3a² ബിന് വരും 3x² h വരും, പിന്നെ 3x² h ക്യൂബ്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയും, നേരെ ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട്. പിന്നെ അപ്പൊ ഇത് എന്തായി? അപ്പൊ എന്നിട്ട് ഇത് ഓരോ ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും 1/h വെച്ചിട്ട്. അപ്പൊ ഈ h ക്യാൻസൽ ചെയ്ത് പോകും.
ഇവിടെയും ഇവിടെ കണ്ടില്ല. അപ്പൊ 3x² + 3xh + h² ആകും. ഈ h വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റത്തെ 2 ടേം ഇഗ്നോർ ചെയ്യാം. അപ്പൊ 3x² ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ വൈ ഇറ്റ് വർക്ക്സ്, കണ്ടിന്യൂറ്റി എന്താണ്, ലിമിറ്റ് എന്താണ്, കൺവേർജൻസ് എന്താണ്, ഇതിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ എങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പൊ x² ഡെറിവേറ്റീവ് എന്താ വെച്ചാൽ ചാടിക്കറി 2x എന്ന് പറയാനും x⁵5 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 5x⁴ എന്ന് പറയാനെങ്കിലും സാധിക്കണം. ഇപ്പൊ x⁵5 ഒക്കെ കൈകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പേജ് നിൽക്കൂല. ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യണം. ഇതാണ് വേറൊരു. ഇനിയിപ്പോ നമുക്ക് fx = അപ്പൊ y = f(x) എന്ന് കണ്ട, y = √(x) എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? നമുക്ക് ഈ എക്സിന്റെ കൂടെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് √(x + h - √(x/h) ആവും. അപ്പൊ നമുക്കപ്പോ ഇത് റൂട്ട് എടുത്ത് കാട്ടിക്കളയാനുള്ള ഏക വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഈ കോൺജുഗേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയും. ഇത് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? a² - b² ഫോമിലാവും. അപ്പോ കിട്ടിയോ? ഹലോ, കേൾക്കുന്നില്ലേ? അപ്പൊ ഇത് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഈ മുകളിലത്തെ റൂട്ട് പോവും. അതായത് √(x) ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതും വെച്ച് ഉപയോഗിക്കാൻ പാടില്ല പ്രസിദ്ധി. അതായത് പ്രസിദ്ധി പറഞ്ഞ സ്ക്വയറിന്റെ അതേ ഫോർമുലയിൽ ഉപയോഗിച്ചാൽ മതി അല്ലേ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് കൂളായിട്ട് ഇവിടെ മറ്റേ ബൈനോമിയൽ തിയറം, അതായത് (1/2) എന്നുള്ള ആ ഒരു ഉപയോഗിക്കാം. പക്ഷെ ഇത് അത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ മറ്റേ എന്താ പറയാ, കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്ക് ഈ സാധനം കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ h നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് പറ്റും? ഈ 1/√(x + h + √(x) കിട്ടും. അപ്പോ ഇതാണ് ഈ 2√(x) ആയിരിക്കും. ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, x⁻²² ആയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് 1/2 x⁻⁻ -1/2 ആവും. അപ്പോ x⁻⁻ -1/2 എന്ന് പറഞ്ഞാൽ 1/x² ആണ്. അല്ലെ, 1/x⁻² ആണ്. 1/2 ആണ്. അപ്പൊ എന്തെന്ന് വെച്ചാൽ 1/2 എന്ന് വെച്ചാൽ √(x) ആണ്. അപ്പൊ 2√(x) ആണ്. അങ്ങനെയും കാണാം. അതായത് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ y = നമുക്ക് മറ്റേ മെത്തേഡ് ഇതാണല്ലോ നമ്മൾ കാണണ്ടേ. ഇതാണല്ലോ √(x). അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇപ്പൊ dy dx ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് തൽക്കാലം അപ്പൊ ഈ 1/2 ഇവിടെ വരും ഇൻറ്റു x⁻⁻ -1/2 ആവും. ഇത് ½ - 1 വരുമ്പോ ഇത് വരും. അത് വേണമെങ്കിൽ 0.5 എന്ന് പറഞ്ഞ് പെട്ടിട്ട് ഇൻറ്റു എന്താ പറയാ 1/, മറ്റേ എന്താ പറയാ 1/2 x⁻², അപ്പൊ 1/, into √² ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം 1/2 ഇതായി മാറും. ഇതാണ് ഇവിടെ കണ്ടത്.
ഇത് നമുക്ക് ഫസ്റ്റ് മറ്റേ ബൈനോമിയൽ തിയറത്തിന്റെ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് n x raised to n minus 1 വെച്ചിട്ട് ഇത് ഡിറൈവ് ചെയ്യാം. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇത് ചെയ്തതുള്ളൂ. ഇപ്പൊ ക്യൂബ് റൂട്ട് ആണെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ കോൺജുഗേറ്റ് എഴുതിയിട്ടുണ്ടല്ലേ, മൾട്ടിപ്ലൈ ബൈ ദ കോൺജുഗേറ്റ്. ഇപ്പൊ രണ്ട് സൈഡിലും അത് ഇപ്പൊ ഇത് വരുന്നതാ. ഇപ്പൊ 1/x വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ x raised to -1 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇത് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ x raised to -1 എന്താണ്? ഇപ്പൊ -1 into x raised to -1 -1 ആണ്. അപ്പൊ -2 ആവും. അപ്പൊ -1/x² ആയിരിക്കും. കണ്ടോ, അടിയിൽ വന്ന് കണ്ടോ? ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തന്നെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് വെച്ചിട്ട് മറ്റേ ആൾജിബ്രായിക് ട്രാൻസ്ഫോർമേഷൻ വഴി നിങ്ങൾക്ക് ഇത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ സിംപൈല് എൻകോഡ് ചെയ്യാം നേരെ. അല്ലെങ്കിൽ സിംപൈ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, അതിലിട്ടാ മതി. സിംപൈ എടുക്കാൻ പറ്റുമെന്ന് നോട്ടെ. പക്ഷെ അതിനിപ്പോ സിംപൈ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ ജിപിടി നൊട്ടേഷൻ ചോദിച്ചാലും മതി. അതെ, സിംപൈ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സിംബോളിക്, അതായത് അല്ല കമ്പ്യൂട്ടറിൽ ന്യൂമറിക്കൽ മാത്തമാറ്റിക്സേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതേമാതിരി സിംബോളിക്കലി ഇപ്പൊ ഈ കാണുന്നതൊക്കെ സിംബോളിക്കലി ആണല്ലോ ചെയ്യണത്, നമ്പർ അല്ലല്ലോ. x+. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ എക്സ്പ്രഷനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ആസ് ഇഫ് നിങ്ങൾ കൈകൊണ്ട് കാണില്ല x³ ഡെറിവേറ്റീവ് 3x² എന്താന്നൊക്കെ സ്റ്റെപ്പായിട്ട് അത് ചെയ്തു തരും കമ്പ്യൂട്ടർ. നംപൈ ഉണ്ട്. നംപൈ ന്യൂമറിക്കൽ ആണ്, ന്യൂമറിക്കൽ കാൽക്കുലസ് ചെയ്യുള്ളൂ. സിംബോളിക് കാൽക്കുലസ് ചെയ്യും. ഞാൻ നോക്കാം, എനിക്ക് ഫുള്ള് മനസ്സിലായില്ല. ഈ കമ്പ്യൂട്ടർ എങ്ങനെയാ പ്രൊസീഡ് ചെയ്യുന്നത്? ഇറാഷണൽ നമ്പർ എവിടെ നിർത്തണം എന്നുള്ളത് ആ ഫ്ലോട്ടിംഗ് പോയിന്റ് വെച്ചിട്ടാണ് തീരുമാനിക്കാൻ. അപ്പോൾ അത് ഇതിന്റെ ഉണ്ട്. ഇതൊക്കെ ഞാനിപ്പോ സിംബോളിക് ഡിഫറൻഷിയേഷൻ ഓഫ് x² 3 using SymPy and NumPy. ഇതുണ്ട ഈ x³ കൊടുത്തു കഴിഞ്ഞപ്പോ കണ്ട, ഇതിപ്പോ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് 3x² പറഞ്ഞപ്പോ 6x കിട്ടിയാണ്ടോ, ഇങ്ങനെ കിട്ടും. നംപൈ ആണെങ്കിൽ എന്ത് കിട്ടും? ആ നമ്പറേ കിട്ടുള്ളൂ. ഇവിടെ കിട്ടിയ അതായത് ഈ എക്സ്പ്രഷനെ അവര് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നാവിഗേറ്റ് ചെയ്യുമ്പോൾ സിംപൈ ഒരു ടൂളാണ്. ഡിഫറൻഷിയേറ്റ് x³ 3 ഒരു വേരിയബിൾ വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണല്ലേ? അതെ, സിംബോളിക് ആണ്. സിംബോളിക്. ഇപ്പോ എന്താ പറയാ, 6 times x in SymPy. ഗ്രാഫിക്കൽ നൊട്ടേഷൻ ഉണ്ടല്ലേ ഇതിന്റെ മുകളില്? അതെ. ഇപ്പൊ ഇത് കണ്ടോ, ഇതാ ഒരു 3x³ + 6x ആക്കി മാറ്റിയിട്ട് കണ്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടോ ഈ എന്താ പറയാ 9x² + 6 കിട്ടി. അതിങ്ങനെയാ ചെയ്യണം. മറ്റേ നംപൈ ആണെങ്കിൽ അവര് എന്താ പറയാ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ വരിക, ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ. നമുക്ക് ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ എന്താന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ എന്താ കാര്യം ഏതാ അബ്സ്ട്രാക്ഷനിൽ ഒരു ലെവൽ താഴെയാണത്. അതെ, ന്യൂമറിക്. പക്ഷേ ഇപ്പൊ കമ്പ്യൂട്ടറിൽ ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി നടക്കണേ. ഗ്രേഡിയന്റ് ഡിസെന്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണത് ന്യൂമറിക്കലിയാണ്. അത് നമുക്ക് ന്യൂമറിക്കലി ഇതെന്താന്ന് നമുക്ക് നേരെ സ്കിപ്പ് ചെയ്യാം. അപ്ലൈഡ് കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിംബോളിക് നാവിഗേഷൻ അധികം വരുന്നില്ല. പിന്നെ
നമ്മൾ ഈ ആ, ടൂൾ എഴുതുമ്പോഴാണ് ശരിക്കും. അതെ അതെ. അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിംബോളിക് കാൽക്കുലേഷന് ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. ഉം. ആ ടേം ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഈക്വേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾജിബ്രായിക് ഈക്വേഷന്റെ സൊല്യൂഷൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആവണമെന്നില്ല. ഉം. ട്രാൻസെൻഡന്റൽ ഈക്വേഷൻ ഒക്കെ ആവാം. അതായത് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ പിന്നെ അങ്ങനെ വരുമ്പോ ന്യൂമറിക്കലി വാല്യൂറ്റ് ഇപ്പൊ നമ്മള് പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ലോൺ എടുക്കുന്നു 20 കൊല്ലത്തേക്കാണെങ്കിൽ 240 മാസത്തേക്കാണ്. അത് 240 ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലാ ശ്രീധർ. അങ്ങനെ ഒരു പോളിനോമിയല് നിങ്ങൾക്ക് ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഇല്ല. അത് ന്യൂമറിക്കലി മറ്റേ എന്താ പറയാ ന്യൂട്ടൺസ് മെത്തേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കണം. ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യില്ല അതിന്റെ സൊല്യൂഷൻ. അതാണ് അല്ല ഒരു ഇറ്റ്സ് നോട്ട് ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? ഒരു അനലിറ്റിക്കൽ ഫംഗ്ഷൻ കിട്ടില്ല സൊല്യൂഷൻ ആയിട്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ആരെന്താ പറയാ, അല്ലല്ല, അതായത് പിന്നെ അതന്നെ നേരത്തെ ശ്രീത് ചോദിച്ചില്ലേ സാറേ, മറ്റേ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇഷ്യൂസ് പറഞ്ഞില്ല. അപ്പൊ ഈ മറ്റേ റൗണ്ട് അപ്പ് റൗണ്ട് ഓഫ് മറ്റേ അബ്സല്യൂട്ട് റിലേറ്റീവ് എറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അത് മിനിമൈസേഷൻ ആണ്, ഫോക്കസ്ഡും കൂടി ആയിരിക്കും ന്യൂമറിക്കൽ. അതെ 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 അതെ. അതായത് അത് ഒരു പ്രത്യേക കാരണത്താൽ മീൻ സ്ക്വയർ മിനിമൈസേഷൻ ആയിരിക്കും. കാരണം അതായത് ഇപ്പൊ മീൻ സ്ക്വയർ ആകുമ്പോ എന്ന് വെച്ചാല് മറ്റേ യുണീക്ക് മിനിമം കിട്ടും. അപ്പൊ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് വാട്ട് എവർ യു ക്യാൻ ഡു അനലിറ്റിക്കലി ഓർ സിംബോളിക്കലി ദ സെയിം തിങ് ക്യാൻ ബി ഡൺ വിത്ത് എന്താ പറയാ ന്യൂമറിക്കൽ മെത്തേഡ്സ് ആസ് വെൽ. സ്ലൈറ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഒരു സെക്കൻഡ് ഓർഡർ കൺവെർജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ then you will get the exact result as analytical formula. ന്യൂമറിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പ്രോഗ്രഷൻ അല്ലല്ലോ, അല്ല ഇപ്പൊ e raised to x എന്ന് പറഞ്ഞ സാധനം ന്യൂമറിക്കൽ മെത്തേഡ്സ്. അതെ. ഇപ്പൊ e raised to x നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. ഓക്കെ. അതായത് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന്റെ ഫംഗ്ഷൻ വിത്ത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഗ്രോസ് എക്സ്പൊണൻഷ്യലി എന്ന് അതിന്റെ അർത്ഥം. പിടിയാ മനസ്സിലായ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സർക്കിളിന്റെ ഏരിയ എന്താണ്? 2πr ആണ്, അല്ല മറ്റേ πr² ആണ് അല്ലെ? അപ്പോ സർക്കിളിനെ πr² വിത്ത് റെസ്പെക്ട് ടു r ഡിഫറൻഷിയേറ്റ് ചെയ്തേ. പൈ പുറത്തെടുത്തൂടെ? പൈ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ r² ഇപ്പൊ 2πr കിട്ടി. 2πr എന്തുട്ടാ? സർക്കംഫറൻസ്. അപ്പൊ ഏരിയ ഓഫ് എ സർക്കിൾ ഗ്രോസ് ബൈ ഇറ്റ്സ് സർക്കംഫറൻസ് എന്നതിന്റെ അർത്ഥം. ഡിഗ്രി ഓഫ് ചേഞ്ച് ആണ് ആ 2πr. ഇവിടെ കിട്ടിയ ശരിയല്ലേ? നമുക്ക് മറ്റേ സർക്കംഫറൻസ് കൂടുന്നോറും നമുക്ക് ഏരിയ കൂടും. ഇപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ സൈൻ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഇറ്റ് ചേഞ്ചസ് അറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് കോസ് എക്സ് എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ അതിപ്പോ അടുത്ത ഇതുണ്ട്. അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ കോസ് എക്സ് കിട്ടി, h/2 ഇതായിട്ട്. അപ്പൊ മൈനസ് കോസ് എക്സ് അല്ല അത് കോസ് എക്സിന്റെ ആണ് മൈനസ് സൈൻ എക്സ്. മനസ്സിലായ? അപ്പൊ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അതായത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ്. അപ്പൊ അതിനൊരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. അപ്പൊ ഈ ഫോർമുലാസിലൂടെ നിങ്ങൾ കടന്ന് ബേസിക് ആൾജിബ്രയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ then see you have understood at least function of one variable. എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റേ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഈ ഫിസിക്കലാണോ ജോമെട്രിക്കലാണോ? അല്ല, ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണെന്നാണ് അർത്ഥം. അത് 2 ഡയമെൻഷണൽ ആവുമ്പോ 2 ഡയമെൻഷണൽ ആവുമ്പോ അല്ല, അത് നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്പറേഷനെ ഇപ്പൊ എന്താ പറയാ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് നമുക്ക് മോഡൽ ചെയ്യാം. അതാണ് ഞാൻ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ
അല്ല സാർ ഫിസിക്കൽ എന്ന് പറഞ്ഞപ്പോൾ ഫിസിക്കൽ ഫിനോമിനായിട്ട് എനിക്ക് ഓക്കെയാണ് അത്. അല്ല ഞാൻ ഓൾട്ടർനേറ്റീവ് അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ സിംബോളിക് അല്ലാത്തത് എന്താണെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് മറ്റേ ജോമെട്രിക്കലി ടാൻജന്റ് ലൈൻ ആണ് അറ്റ് ദാറ്റ് പോയിന്റ്. ഡെറിവേറ്റീവ് കാണുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റില് ഒരു ലൈൻ സ്ലോപ്പ് റേറ്റ് ഓഫ് ചേഞ്ച് ടാൻജന്റ് ലൈൻ, ഇതാണ് 3 ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓർഡിനറി ഡെറിവേറ്റീവ്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹയർ ഡയമെൻഷൻസിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്നത്? അല്ല, അപ്പൊ ഹയർ ഡയമെൻഷനിലോട്ട് പോകുമ്പോ ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഇപ്പോ നമ്മുടെ ഇപ്പൊ കാൽക്കുലസ് പ്ലെയിനില് ചെയ്യുമ്പോഴാണ് ഈ y=f(x) തന്നെ. കാൽക്കുലസ് സർഫസിൽ ചെയ്യുമ്പോൾ z=f(x, y) ആയിരിക്കും, അതായത് സ്പേസിൽ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു കർവാണ് നിങ്ങൾക്ക് പ്ലെയിനിൽ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സർഫസ് ആയിരിക്കും കിട്ടുക. നമ്മുടെ പെർസെപ്ഷനുള്ള സാധനം വെച്ചിട്ട് നമ്മൾ അങ്ങനെ റീസൺ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. വേറെ മറ്റേത് നമ്മൾ ഒരു സിമിലർ, അതായത് ലോവർ ലെവലില പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ nth ഡയമെൻഷനിലുള്ള ഒരു ഷേപ്പിന്റെ ലോവർ ലെവൽ ഹൈപ്പർ സ്പേസ്. ഞാൻ അതിനെ വിളിക്കുന്നത് ഹൈപ്പർ സ്പേസും ഹൈപ്പർ സർഫസ് എന്നുമാണ്. ഓക്കെ ഓക്കെ, അല്ല അതാണ് കറക്റ്റ്. അതായത് മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ, 2 ഉം 3യിലും ഇപ്പോ ഈ കാൽക്കുലസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 2 ഉം 3യിലും ഇല്ല ഉണ്ടാവും. അവിടെയാണ് നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ നമ്പർ ലൈൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതായത് ഒരു എന്താ പറയാ, ഒരു പ്ലെയിൻ വേണമല്ലോ നമുക്ക്. എക്സും വൈ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാൽക്കുലസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡിപെൻഡന്റ് വേരിയബിൾ എക്സിലും മറ്റേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈയിലും നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പൊ y=f(x) കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യും. z=f(x, y) എന്ന് പറയുന്നത് 3 സ്പേസിലോട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. 4th എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാത്തമാറ്റിക്സ് കൺസിസ്റ്റന്റ് ആണ്. മനസ്സിലായി. ഹൈപ്പർ സ്പേസും ഹൈപ്പർ സർഫസ് എന്നുള്ളതാണ് സാറിന്റെ, സാറല്ല അല്ലെങ്കിൽ അല്ല സാറിന്റെ അല്ല സ്റ്റാൻഡേർഡ് അതായിരിക്കും സ്റ്റാൻഡേർഡ് ഓണ്ടോളജി. അല്ല, അതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, അത് മറ്റേ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സ്റ്റേറ്റ് 2 ട്രാക്ട് ടെസ്റ്റിന്റെ 2.161 എന്താന്ന് വായിക്കാം. World is all that is the case ആണോ? അതെ, അല്ലല്ല, അതൊക്കെ ഫിലോസഫിക്കൽ. Picture. In the picture and the pictured, there must be something identical in order that one can be picture of the other at all. അതായത് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഡയമെൻഷൻ എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഒരു അബ്സ്ട്രാക്ട് എൻറ്റിറ്റിയാ. അതിന്റെ ലോവർ സ്പേസിൽ ഹ്യൂമൻ വിഷ്വൽ കോർട്ടെക്സിന്റെ ഇത് കാരണം നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ വിഷ്വൽ കോർട്ടെക്സിന്റെ ലിമിറ്റ് ഉള്ളത് കൊണ്ട് ഒരു സാധനം ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അതാണ് അതിന്റെ ആൻസർ. അതെ 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 അതെ. അപ്പൊ ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആട്ടോ. 2.161 ഇൻ ദ പിക്ചർ ആൻഡ് ദ പിക്ചേർഡ് there must be something identical in order that one can be a picture of other at all. അതായത് കാർട്ടീഷ്യൻ മെറ്റഫോറിലെ 2, 3 സ്പേസ് 1 സ്പേസ് അത് ഹയർ ഡയമെൻഷനിൽ ഫെയിൽ ആവും, കറസ്പോണ്ടൻസ് ഇല്ല. അപ്പൊ ഒരു ആക്സിഡന്റലി ആണ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം ഡയമെൻഷനായി മാറി. ചിലപ്പോ തുടങ്ങിയത് ചിലപ്പോ കണ്ടത് ഡയമെൻഷൻ ആയിരിക്കും. ഇപ്പോ പൈതഗോറസ് തിയറത്തിന്റെ 2 വേർഷനും മറ്റേ സർഫസ് മറ്റേ സ്പേസ് വേർഷനും സെയിം ആണ്. അത് 4th വന്നാലും സെയിം ആവും. അപ്പൊ അങ്ങനെ ChatGPT 12,868 ഡയമെൻഷൻ ഉണ്ടെന്ന് പറയണേ ഒരു ടോക്കണ്. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു ഇത്. ഇത് മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ അല്ല, നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇതിപ്പോ പിക്ചർ തിയറി ഓക്കെ
അപ്പൊ ഇത് ഞാനിത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ബ്ലോഗിൽ ഉണ്ടാവും കേട്ടോ ഇതിനെ കുറിച്ച്. അല്ല, ഇത് ഫിലോസഫി ഡിബേറ്റ്സിൽ വേറെ രീതിയിൽ വരാറുണ്ട്. അത് ന്യൂമിനോൺ ഫിനോമിനോൺ ആ ഒരു മോഡലില്. ഞാൻ അല്ല, ഞാൻ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട് റിയൽ ഒബ്ജക്ട് എന്നുള്ള ലെവലിലാണ്. ഒബ്ജക്ട്സ് ഇൻ പെർസെപ്ഷൻ, മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ്, റിയൽ ഒബ്ജക്ട്സ്. ഓക്കെ, ഞാനത് ഇത് കണ്ടല്ലേ. ഇപ്പൊ 5 ഡയമെൻഷൻ വിഷ്വലൈസ് ചെയ്ത് കണ്ടത് 6 ഡയമെൻഷൻ അല്ല 5 ഡയമെൻഷൻ കണ്ടോ. ഇത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതൊരു പോയിന്റ് ആണ് ശരിക്കും പറയാം, 5 ഡയമെൻഷണൽ പോയിന്റ്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പോയിന്റ് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ അതില് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനിത് പറയണ്ടാവും. അത് ഇല്ല, 2.1.16 കിടപ്പുണ്ടായിരുന്നു മറ്റേ മുന്നേ കാണിച്ചതിൽ. ഉണ്ടല്ലേ 2.1 160 കിടന്നിരുന്നത്. ആ സാർ, അതൊന്ന് ഏതായിരുന്നു അത്? അതന്നെ അല്ല, അതിന് മുന്നേ ആ ഇമേജ് കാണിച്ചില്ലേ, അതിന്റെ മേളിൽ 2. അതെ, മേളിൽ അതിന്റെ മേളിൽ നോക്കിയാ there must be something identical in a picture and what it depicts to enable one to be a picture of the other at all. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ. The Tractatus Logica of Philosophicus might be one of the most important philosophical work of the 20th century. This was the only work published when he was alive by the legendary Austrian philosopher Ludwig Wittgenstein. I came across Wittgenstein during my teens through the works of Bertrand Russell. Back in 2003, I once again stumbled upon Wittgenstein through an unusual source. The title of the book is Olabsolution. ഈ ബുക്ക് ഉണ്ട്, Olabsolution എന്ന് പറഞ്ഞ ഈ ബുക്കിലാണ് ഞാൻ കണ്ടത്. അത് എറിക് തോംസൺ എന്ന് പറഞ്ഞു. One might wonder what Olap has to do with philosophy. When the author was explaining about n-dimensional space, hypercube, he mentioned that Wittgenstein has dealt about it in his Tractatus. A point can represent one dimension, number line. A line can represent 2 dimension, a plane, and a cube 3 dimension, a space. When it comes to 4 and above, Cartesian geometric depiction of dimension fails. അതായത് Cartesian geometry അത് കാണിക്കാൻ പറ്റില്ല. Eric Thompson talks about a verse in the book Tractatus which goes as follows. ഈ 2.1.6 എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാനാണ് പുള്ളി പറഞ്ഞത്. The above diagram is representing 5-dimensional point. Instead of using Cartesian depiction, the axis can be depicted as distinct vertical line segments, D1 to D5. Like number line, we can segment each vertical line segment by overlaying horizontal smaller line segment. A point in this space will be a trace on each of the horizontal line segment. Thanks to Wittgenstein, the n-dimensional representation problem is now a solved one. ഇതാണ് ഇതിന്റെ ഈ ഡയമെൻഷൻ ഇപ്പൊ നമ്മൾ കാൽക്കുലസ് വിഷ്വലൈസ് ചെയ്യുമ്പോ ഇത് വരുന്നത്. അപ്പൊ ഐ ഹോപ്പ് ഒരു ബേസിക് ഇതായിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഈ എന്താ പറയാ സുവാറ്റ് ഈക്വേഷൻ എന്ന് പറയാം. ഇത് 10ാം ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്, പ്രീ ഡിഗ്രിക്ക് എന്തായാലും ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് നമ്മൾ പഠിക്കാറ് അല്ലെ. അപ്പൊ സ്കൂളിലൊക്കെ ഇതിലാണെങ്കിൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു പഠിക്കും. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ടി ടൈം. അപ്പോ ഇത് ഡെറിവേറ്റീവിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാല് അതായത് വിയിലൊരു ചെറിയ ചേഞ്ച്, അതായത് ഫൈനൽ വെലോസിറ്റിയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടുമെന്നാണ് എ. ഇനി ഡിസ്പ്ലേസ്മെന്റിന് ഇപ്പൊ y = f of s ആന്ന് വെച്ചാൽ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്മോൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല്
അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ആക്സിലറേഷൻ. അതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. നേരത്തെ പഠിച്ച കാൽക്കുലസ് ആണ് നമ്മളോട് ഉപയോഗിക്കാൻ പോണേ. ഓക്കെ, ആർക്കെങ്കിലും ഈ സുവാറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല കെമിസ്ട്രി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഇത് നമുക്ക് അപ്പൊ ഫസ്റ്റ് സുവാറ്റ് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ v = u + at എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആക്സലറേഷൻ എന്താ നമ്മൾ നേരത്തെ സ്ലൈഡിൽ നിന്ന് പഠിച്ചു, dv/dt ആണ് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ പഠിച്ചു. അപ്പോ ഈ ഡി ടി ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പോ dv = a dt ആയി കേട്ടോ. അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ 1 × dv എന്ന് ഉണ്ടാവും. അപ്പോൾ ഇവിടെ v വരും, a dt യില് ഇപ്പൊ at വരും, പിന്നെ ഒരു കോൺസ്റ്റന്റ് പ്ലസ് c, അപ്പൊ at + c വരും. അപ്പോ ഇനിഷ്യൽ വെലോസിറ്റി 0 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, ഈ ഇനിഷ്യൽ വെലോസിറ്റി ആ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ u + at വരും. ഇതാണ് ഇവരിങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്. അതായത് ആക്സിലറേഷൻ = റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പൊ നമ്മള് അരിത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ΔV/ΔT ആയിരിക്കും. അപ്പോ ΔT → 0 വരുമ്പോഴാണ് dv/dt ആവുന്നത്. അപ്പോ ഇത് ഒരു സിമ്പിൾ ഇന്റഗ്രേഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് v = u + at ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. കാൽക്കുലസ് ഇല്ലാതെയും ചെയ്യാട്ടോ അത്. മനസ്സിലായില്ലേ? അതായത് a = v - u/t എന്ന് പറഞ്ഞു ചെയ്താൽ മതി. a = ഇപ്പൊ നിങ്ങൾക്ക് ഇതില്ലാതെ കാൽക്കുലസ് ഇല്ലാതെയും ചെയ്യാം. പക്ഷെ കാൽക്കുലസിൽ ഇപ്പൊ അത് at = v - u ആവും. v = at + u, അത് u + at ആയി കണ്ടോ. ഈ ഫോർമുല കിട്ടിയില്ലേ? പക്ഷെ ശരിക്കും ഇത് കാൽക്കുലസിന്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് വളരെ സ്മോൾ ചേഞ്ച് ആണ്. ഇതാണ് കുറച്ചുകൂടി ഇപ്പൊ നമ്മള് ന്യൂമറിക്കലി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്താലും മതി. പക്ഷെ വളരെ ചെറിയ ചേഞ്ച് വരുമ്പോൾ ഈ ദിസ് മെറ്റഫോർ ഫെയിൽസ്. ഇതാണ് ഫസ്റ്റ് സുവാറ്റ് ഇക്വേഷൻ. ഒരു കാൽക്കുലസ് എന്താ, ബേസിക് ഡെറിവേറ്റീവ് പറയണം, ഇന്റഗ്രേറ്റർ എന്താണെന്ന് അറിയണം. ഇനിയിപ്പോ ഇത് രണ്ടാമത്തെ സുവാറ്റ് ഇക്വേഷൻ എങ്ങനെയാണ്, ut + ½ at² എങ്ങനെയാണ് അത് അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വെലോസിറ്റി, ഇപ്പൊ നമ്മൾ നേരത്തെ ആക്സിലറേഷൻ = ഡിസ്പ്ലേസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ നമ്മളിവിടെ വെലോസിറ്റി = ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോ എന്തായി, ഇപ്പൊ ds/dt എന്ന് പറഞ്ഞ സാധനം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിത്ത് റെസ്പെക്ട് ടു, ഇപ്പൊ ds/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, v ആണ്. അപ്പൊ v = u + at ആയിരുന്നല്ലോ. അപ്പൊ അത് അവര് ഈ പറയുന്ന ഇങ്ങനെ ഒരു ഇതായിട്ട് മാറ്റും. അതായത് ഈ സാധനം ഇങ്ങോട്ട് രണ്ട് സ്ഥലത്തോട്ടും ഇതായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. c 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇതും കാൽക്കുലസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പക്ഷെ ഇതാണ് എന്താ പറയാ, ഫിസിക്സിൽ ഇങ്ങനെ ഡെറൈവ് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, ഈ 5 സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് അത്. ഡിസ്പ്ലേസ്മെന്റ്,
ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പഠിച്ചു കഴിഞ്ഞാല് ഇപ്പോ d2s/dt² ആണ് മറ്റേ ആക്സലറേഷൻ. അതായത് നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാതെ സെക്കൻഡറി ഇപ്പൊ ds 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. ഇനിയിപ്പോ തേർഡ് ഈക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്നുള്ളത്, അതും ഏകദേശമൊക്കെ ഇതേ പരിപാടി തന്നെ. e² = u² + ഇതെങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ വെലോസിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ds dt ആന്ന് കിട്ടിയോ? ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ നമുക്ക് dv dt എന്ന് പറയാം, അല്ലെങ്കിൽ d2s/dt² ആന്ന് പറയാം. dt² എന്നല്ല, dt2 എന്ന് പറയും. അപ്പൊ നമുക്ക് ഫിസിക്സിലോട്ട് മറ്റേ ഇത് ഒരു കുറച്ച് ഡെറിവേറ്റീവും കുറച്ച് ഇന്റഗ്രൽ എന്താണെന്നുള്ളത് ഏതെങ്കിലും ബുക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോ സർക്കിളില് ഏരിയ മറ്റേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് πr² ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഏതാ ഈ ഏരിയ. അപ്പൊ വോളിയം എന്തായിരിക്കും അറിയത്തെ? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു dr. 4/3 അപ്പൊ 4/3 πr³ വരും. കണ്ടോ? അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? πr² വരും. അങ്ങനെ നമുക്കപ്പോ ഈ റെക്ടാങ്കിളിന്റെയും മറ്റേ സർക്കിളിന്റെയും പോയിന്റ് ഓഫ് വ്യൂല് കാൽക്കുലസ് പഠിക്കാം. അത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറൈവ് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ യു കൻ ഒരു ടൈം ലൈനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരുമിച്ച് കണ്ടുപിടിച്ചേന്നോ? അത് അങ്ങനെയല്ല, ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും അല്ല. ഇപ്പൊ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും രണ്ട് കോണ്ടെക്സ്റ്റിലാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഇന്റഗ്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഇത് തമ്മിലും ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണെന്നുള്ളതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. മനസ്സിലായില്ലേ? അത് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടത് ഫണ്ടമെന്റൽ തിയറം ഓഫ്, അതായത് ആന്റി ഡെറിവേറ്റീവ് എന്നാണ് പണ്ട് ഇതിനെ വിളിച്ചിരുന്നത്. നമുക്ക് കോപ്പൈലറ്റ് എടുത്ത് വാട്ട് ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. കേട്ടോ, ഇത് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡിഫറൻഷിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ടൈയിങ് ടുഗദർ ടു സെൻട്രൽ കൺസെപ്റ്റ് ഓഫ് കാര്യം. ഒന്ന് മറ്റേതിന്റെ ഇൻവേഴ്സ് ആണെന്നാണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് വെച്ചാൽ മെട്രിസസ് കണ്ടുപിടിക്കപ്പെട്ടത് 1858 പക്ഷെ ഡിറ്റർമിനന്റ് 1693 കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മെട്രിസസ് റീഫോർമുലേറ്റ് മറ്റേ ഡിറ്റർമിനന്റ് മെട്രിസസിന്റെ ഫോർമുല ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈൻ തമ്മിൽ ഇന്റർസെക്ഷൻ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിൽ നിന്നാണ് ഡിറ്റർമിനന്റ് ഉണ്ടായത്. എന്ന സ്ഥാനത്ത് മെട്രിസസ് വഴി അത് നമുക്ക് ഡിറ്റർമിനന്റ് റെപ്രസെന്റ് ചെയ്യാന്ന് പിന്നെ കണ്ടുപിടിക്കുക 1858. അപ്പൊ ഡിറ്റർമിനന്റ് എക്സിസ്റ്റഡ്, പക്ഷെ നമ്മളിപ്പോ ഡിറ്റർമിനന്റ് എല്ലാവരും പഠിക്കണം എങ്ങനെയാണ്? ഒരു മെട്രിസസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അനുസരിച്ച് ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും ഇൻവേഴ്സ് ഓപ്പറേഷനാണ് കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. പറയുന്നുണ്ടോ പറയുന്നുണ്ട് ഇതല്ലേ? അതായത് ന്റെ ഓൺലി ഫംഗ്ഷൻ ഒരു ന്റെ ഡെറിവേറ്റീവ് x തന്നെയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇത് തന്നെ. അതിപ്പോ ഫിനാൻസിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ എന്താ പറയാ, എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഫിനോമിനയുടെ ഫണ്ടമെന്റൽ
ഗ്രോത്ത് റേറ്റ് ഫിക്സഡ് ആണെന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അതെ, അതായത് അവിടെയാണ് ഇപ്പോ ഹീറ്റിംഗ്, കൂളിംഗ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസാ. അപ്പൊ അത് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് 1 + 1/n to the power of n as n tends to infinity ഇയിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ഇ ആണെങ്കിൽ നമുക്ക് ln എന്ന് പറഞ്ഞ സാധനമുണ്ട്. ln നാച്ചുറൽ ലോഗരിതം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മള് ഇ ഓഫ് ln x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് തന്നെയായിരിക്കും. അപ്പോ ln എന്നുള്ളതാണ് നാച്ചുറൽ ലോഗരിതത്തിന്റെ ഫംഗ്ഷൻ, exp എന്നുള്ളതാണ് ആന്റി ലോഗരിതം. അപ്പോ ഇ എന്നുള്ളത് മറ്റേ നാച്ചുറൽ ലോഗരിതം. ആകെ 3 തരം ലോഗരിതമേ ഉള്ളൂ. ബൈനറി ലോഗരിതം വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഇപ്പൊ നമ്മള് ഇപ്പൊ ലോഗരിതമിക് കോംപ്ലക്സിറ്റി എന്ന് പറയില്ല അൽഗോരിതത്തില്, അത് നമ്മൾ ബൈനറി ലോഗരിതം ടു ദ ബേസ് 2 ആണ് നമ്മൾ പറയുന്നത്. എന്ന സ്ഥാനത്ത് ഒരു കണക്കപ്പുള്ള മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആക്കുന്നത് കോമൺ ലോഗരിതം ആയിരിക്കും. സയന്റിഫിക് ടേംസിൽ പറയുമ്പോൾ മറ്റേ ഇ ആയിരിക്കും ബേസ്, നാച്ചുറൽ ലോഗരിതം ആയിരിക്കും. അതായത് ഹീറ്റിംഗ്, കൂളിംഗ്, അതായത് പിന്നെ അതേമാതിരി തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ടിങ് ഒക്കെ ഇ ആണ് ബേസ്. പിന്നെ ഇക്ക് വേറെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. കാരണം e⁻ i⁻ എന്താ പറയാ +1 = 0 എന്നൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് നോക്കി കഴിഞ്ഞാൽ ഇ എന്താന്നുള്ളത് വേണ്ടിയിട്ട് നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ്. ഇതിന്റെ വേൾഡ് ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവരൊരു അപ്രോക്സിമേഷൻ വഴിയാണ് അത് കണ്ടുപിടിക്കണത്. കണ്ടോ, e⁻h−1/h എന്താ പറയാ as h tends to 0 മറ്റേ 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ e⁻x+h എന്നുള്ളത് e⁻x × e⁻h+ ഇതാവും. അപ്പൊ നമുക്കത് മറ്റേ എന്താ പറയാ ഈ e⁻x പുറത്തേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന സാധനം ചെയ്യുന്നത്. നമ്മള് ഇക്വേഷൻ നോക്കി. ഞാൻ വെറുതെ ഒരു കാര്യം പറയാം, മാക്സിമം ആൻഡ് മിനിമം. ഒരു ഇപ്പൊ കാൽക്കുലസ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഡെറൈവ് ചെയ്തു. അറ്റ്ലീസ്റ്റ് മറ്റേ പോളിനോമിയലിന്, അതായത് സിംഗിൾ ഫംഗ്ഷൻ വേരിയബിൾ പോളിനോമിയൽ x⁻n ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് nx⁻n - 1 ആണെന്ന് പഠിച്ചു. പിന്നെ കാൽക്കുലസിന്റെ സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് മറ്റേ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഫിസിക്സിലൊക്കെ നമ്മൾ കാണുന്ന ഈക്വേഷൻ എങ്ങനെയാണ് ഡെറൈവ് ചെയ്തു. ഇപ്പൊ നെക്സ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സിമ്പൽ വെച്ചിട്ട് നമുക്കത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ തൽക്കാലം നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് CX ഓഫ് ദി പ്രൊഡ്യൂസിംഗ് X ഐറ്റം ഈസ് ഗിവൺ ബൈ, അതായത് C of X is equal to x² - 12x + 6 ആണ് ഒരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ദാറ്റ് മിനിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. ഇപ്പൊ എന്താ പറയാ, ഒരു പോളിനോമിയലില് 3 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ ഈ a + b + c ആന്ന് വിചാരിക്കാം. അപ്പോ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് a + ഡെറിവേറ്റീവ് ഓഫ് b + ഡെറിവേറ്റീവ് ഓഫ് c ആയിരിക്കും. അപ്പോൾ ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് c of x വിത്ത് റെസ്പെക്ട് ടു x എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് x²/x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 12x/x + 60. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ x² - 12x എന്നുള്ളത് 2x - 12 ആവും. അപ്പൊ നമ്മൾ 0 ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് പോയിന്റില് 0 കിട്ടുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വരാട്ടോ. അപ്പൊ ആ പോയിന്റ് കിട്ടി. പക്ഷെ ആ പോയിന്റ് ഒരു ലോക്കൽ മിനിമം അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം ആയിരിക്കണം. അപ്പോൾ ഒരു പോയിന്റ് ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കർവേച്ചർ ഫ്ലാറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. സ്ലോപ്പ് 0 ആയി. അപ്പൊ സ്ലോപ്പ് 0 ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സിമ്പല് മോളിലോട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കറണ്ട് പോയിന്റ് ലോക്കൽ മിനിമം ആണെന്ന്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കറണ്ട് പോയിന്റ് മാക്സിമം ആണെന്നാണ്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം,
അത് കഴിഞ്ഞിട്ട് അത് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, മാത്തമാറ്റിക്സിലെ മിക്ക സ്ഥലത്തും ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും എറർ ഫംഗ്ഷൻ. ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിലെ എറർ ഫംഗ്ഷൻ പറഞ്ഞാലും ലീനിയർ റിഗ്രഷനിലും എല്ലാ സ്ഥലത്തും ഒരു ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തിനാണ്? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് കണ്ടുപിടിക്കാനാണ്? അത് മിനിമം ആണോ മാക്സിമം ആണോ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് 2x - 12ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യും 12ന്റെ 0 ആണ്, 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. അപ്പൊ 2 ഒരു പോസിറ്റീവ് നമ്പർ ആയത് കാരണം x = 6 മിനിമം ആണ് ആ ഫംഗ്ഷനിൽ. 6 ഐറ്റം എന്നാണ് ഇത് ചെയ്യണേ. ഇപ്പൊ ഇത് പ്രോബ്ലം നമ്പർ 1 എടുക്കാം. എ കമ്പനീസ് റവന്യൂ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ r of x = -5x² + 100x. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? -5x² 10x ആയിരിക്കും, പ്ലസ് 100 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ കണ്ടോ, 10x + 100 ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് 0 ആക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താ പറയാ, -10x + 100 = 0 ആകുമ്പോൾ ഇപ്പൊ എന്താ പറയാ 10x = 100 ആയി. അപ്പൊ x = 10 ആയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇതിന്റെ ഗെയിം ഇതാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷനാന്ന് ചോദിക്കാം. അപ്പോ ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോ ഇപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, മുകളിലോട്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും? സെക്കൻഡ് ഡെറിവേറ്റീവ് അടിയിലോട്ടാണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് ലോക്കൽ മിനിമയാണ്, ഇവിടെയാണെങ്കിൽ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ അനുസരിച്ചിരിക്കും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഡൗട്ട് ഉണ്ടോ അതില്? അതായത് ഇപ്പൊ മെഷീൻ ലേണിംഗിലൊക്കെ ഒരു പാരബോള ആയിരിക്കും ചിലപ്പോൾ എറർ ഫംഗ്ഷൻ ഉണ്ടാവും, ഒറ്റ യുണീക്ക് മിനിമം ഉണ്ടാവും. അവർക്കപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്ലോബൽ മിനിമ = ലോക്കൽ മിനിമ ആയിരിക്കും. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എടുക്കാം, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമം ആയിരിക്കും. ഇതാണ് സോറി അല്ല മറ്റേ ഇതില് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത് അല്ലേ? അതെ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണമെങ്കിലേ ഈ ന്യൂമറിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാട്ടോ, തൊട്ടിപ്പുറത്തും അപ്പുറത്തും ചെയ്യാൻ വേണ്ടി. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് അതുകൊണ്ടാണ് നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. സൈൻ കിട്ടും, എങ്ങോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്ത് സ്റ്റെപ്പ് എടുക്കണമെന്നുള്ളത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. അതെ, എടുക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഇത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ അപ്പൊ ഈ ഇപ്പൊ ലീനിയർ റിഗ്രഷനിലൊക്കെ മനഃപൂർവ്വം ക്വാഡ്രാറ്റിക് ആക്കി വെക്കുകയാണ് എറർ ഫംഗ്ഷൻ. അത് ഒപ്റ്റിമൽ ഒന്നും ആയിരിക്കണമെന്നില്ല. ഉള്ളതിൽ അത് ആ ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്. അപ്പൊ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് അനലിറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈക്വേഷൻ ഉണ്ട് ലീനിയർ റിഗ്രഷനൊക്കെ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ഡാറ്റയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്കീമ പൊളിയും. അപ്പൊ ഗ്രേഡിയൻ ഡിസെന്റ് മാതിരിയുള്ള മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ന്യൂമറിക്കലി ഡെറിവേറ്റീവ് കാണണം. അത് ശരിക്കും പറഞ്ഞാൽ ഇത് MLP-യിലോട്ട് പോകുമ്പോഴാണ് അതിന്റെ ആക്ച്വൽ പവർ വരുന്നത്. അതെ. അല്ല, പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുറെ വേർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതി. അതായത് ഇത്ര അറിഞ്ഞാൽ മതി. അതായത് മാക്സിമം ആണോ മിനിമം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ പറയാ, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്. ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സെക്കൻഡ്, ഇത് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് മിനിമയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് ലോക്കൽ മിനിമയാണ്. മറ്റേ ഈ എന്താ പറയാ, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് ലോക്കൽ മാക്സിമയാണ്. കോൺവെക്സ് ഫംഗ്ഷന്റെ കേസിൽ ലോക്കൽ മിനിമ = ഗ്ലോബൽ മിനിമയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ മറ്റേ ലീനിയർ റിഗ്രഷനിലും മെഷീൻ ലേണിംഗിലും മറ്റേ എറർ ഫംഗ്ഷൻസ് ക്വാഡ്രാറ്റിക് ആക്കി വെക്കണം. ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് മാക്സിമം മിനിമം ഉപയോഗിച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോ ഇവിടെ എ ഫാർമർ, ഇപ്പൊ ഈ ഒരു വേർഡ് പ്രോബ്ലം ആണ്. എ ഫാർമർ വാണ്ട്സ് ടു ബിൽഡ് എ റെക്ടാങ്കുലർ
pen using 100 meters of fencing. If one side is along an existing wall, find the maximum area. അപ്പോൾ ലെങ്ത് ഇപ്പൊ കണ്ട ഇത് ഒരു ലെങ്ത് ഇസ് ഈക്വൽ ടു 100 മൈനസ് ചെയ്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ദേ ഫൈൻഡ് ദ ഫംഗ്ഷൻ. കണ്ട ഇതാണ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ഒരു ആർബിട്രറി ഫംഗ്ഷനാണ് കൊടുത്തത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു വേർഡിനെ നമ്മൾ ഇത് ചെയ്തിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 100x മൈനസ് 2x കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. 100xന്റെ ഡെറിവേറ്റീവ് 100 ആണ്, മറ്റേതിന്റെ 4 ആണ്. അപ്പോൾ 4x = 100 വരുമ്പോൾ 25 ആണ് ആൻസർ. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നെഗറ്റീവ് വന്നപ്പോൾ എന്ത് പറ്റി? 25 ആണ്, അത് മാക്സിമം ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാക്സിമം വിഡ്ത്ത് എന്താ പറയാ, മാക്സിമം ഏരിയ 25 മീറ്റർ ഉള്ളപ്പോഴാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു 10-15 വേർഡ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഇൻറ്റ്യൂട്ടീവ് ഫീൽ ഓഫ് വാട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് 1 വേരിയബിൾ. പിന്നെ 2 വേരിയബിൾ പഠിക്കാൻ എളുപ്പമാണ്. 3 മെട്രിസസ് പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനത്തെ ഒരു 10-20 പ്രോബ്ലം അവിടെ നിന്ന് കണ്ടുപിടിച്ച് അതിന്റെ സൊല്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ കാൽക്കുലസിന്റെ അറ്റ്ലീസ്റ്റ് ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ പ്രോബ്ലം ഏതിരും. പിന്നെ ഇതൊക്കെ ന്യൂമറിക്കലി കോഡ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ അടുത്തത് അതാണ് കാണിക്കണേ, ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അതേ ഫോർമുല തന്നെ കണ്ടോ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഇപ്പൊ എന്താ വെച്ചാല് f(x + h) എന്ന് പറഞ്ഞാല് f(x) എന്തായിരുന്നു വാല്യൂ, അതിന്റെ കൂടെ h ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലസ് h²/2 ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് യു ക്യാൻ ഇഗ്നോർ ദ ടേം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ ഫസ്റ്റ് ഓർഡർ അവർ ഇത്രേ ചെയ്യുന്നുള്ളൂ, അവര് മറ്റേ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇഗ്നോർ ചെയ്യുക. മനസ്സിലായി? അവർ ഇത്ര ഈ ഫോർമുല മുഴുവൻ ഇവിടെ നിന്ന് ഉള്ളതൊക്കെ ഈ റൈറ്റ് സൈഡിലോട്ടുള്ള സാധനങ്ങളെല്ലാം അവര് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇതെടുക്കണ്ടേ, അല്ലെ ഇവിടെ നിന്നുള്ളത് എടുത്ത് കളയും, സെക്കൻഡ് ഇതില്ല. അപ്പൊ ഈ f(x + h) f' ഇതാണല്ലോ. അപ്പൊ അവര് നീച്ചിൽ f(x) അങ്ങോട്ട് കൊണ്ടു. അപ്പൊ f(x + h - f(x) / h ആയി മാറി. കണ്ടോ, ഈ ഫംഗ്ഷൻ അവര് ഇത് ചെയ്താൽ മതി. ഇത്രയും ഫംഗ്ഷൻ അവർ എടുക്കുന്നുള്ളൂ, ഇത്ര എടുക്കുന്നുള്ളൂ അവര്. അപ്പൊ ഈ f(x) ലെഫ്റ്റ് സൈഡിലോട്ട് വരും. അപ്പൊ f(x + h - f(x) ആയി. ഈ h അടിയിലോട്ട് വരും. അതാണ് ഇവിടെ കാണുന്നത് ഈ സാധനം. അവര് ഇത് ഇവാലുവേറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ഇപ്പൊ x² ഡെറിവേറ്റീവ് 2x ആണ്, ഇവിടെ ശരിക്കും 4 വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ കണ്ടും കുറച്ച് കൂടുതൽ വന്നു, വേണ്ട 4.01 വന്നു. നമ്മൾ സെക്കൻഡ് ഓർഡർ ടേം കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്. ഇത് ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്തത് ബാക്ക്വേർഡ് മറ്റേ എന്താ പറയുക, ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ്. സെയിം സാധനം തന്നെ ബട്ട് x - h ചെയ്യുന്നു. അപ്പൊ കണ്ടില്ലേ, ഇവിടെ 12 കിട്ടണ്ടേ, ഇപ്പൊ 3x² ആണ്. അപ്പൊ 2 ആവുമ്പോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 12 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 11.94 കിട്ടിയുള്ളൂ. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ഓർഡർ ടേം എടുത്താൽ 12 എടുത്ത് വരും. ഇതിപ്പോ നമ്മൾ ഇഗ്നോർ ചെയ്യാണ്, ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇതും കൂടി കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നടക്കുന്നത് ഈ പരിപാടിയാണ്, ഈ അപ്രോക്സിമേഷനാണ്. ഇതിപ്പോ ഈ രണ്ട് ഫോർമുല വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ. ഇതിങ്ങനെ കുറച്ചിട്ട് അവരിങ്ങനെ ഇതാണ് കാൽക്കുലേഷൻ നടക്കുന്നത്. അതായത് ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, സെന്റർ. ഇതിപ്പോ f(x + h)ലും കുറച്ച് ഈ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിൽ ഇപ്പൊ ഈ സ്ലൈഡുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ന്യൂമറിക്കലി നമുക്ക് ഫംഗ്ഷൻസിനെ അപ്രോക്സിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 1 വേരിയബിൾ മാത്രമല്ല, n വേരിയബിൾ ആയാലും അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല. ടൈലർ സീരീസ് തന്നെയാണ് രണ്ടിലും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടൈലർ സീരീസ് എന്താണെന്ന് പഠിച്ചാൽ മതി. അതിപ്പോ ഖാൻ അക്കാഡമിയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ 2 വീഡിയോ കണ്ടാൽ മതി ടൈലർ സീരീസ് എന്താണെന്ന് പഠിക്കുന്നത്. ഇത്രയാണ് സാധനം ഉള്ളത്. അതായത് ഇപ്പൊ നമ്മളിന്ന് മേജർലി 4 കാര്യങ്ങൾ പഠിച്ചേ. ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്ന് എങ്ങനെ ചെയ്യാന്ന് പഠിച്ചു. പിന്നെ x⁻n n(x⁻n - 1) ബൈനോമിയൽ തിയറം വഴി എങ്ങനെ തന്നെ. പിന്നെ നമ്മൾ പഠിച്ചത് മറ്റേ സുവാറ്റ് ഈക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ആക്സിലറേഷനും വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം,
ആക്സലറേഷൻ അല്ലെങ്കിൽ d2s ഓവർ dt2 വന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സുവാറ്റ് ഈക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ മാക്സിമ ആൻഡ് മിനിമ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുക, അത് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ വെച്ചിട്ട്. ഇത് ക്ലാസിക്കൽ ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും. ന്യൂമറിക്കൽ ഒപ്റ്റിമൈസേഷൻ വരുമ്പോൾ കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ വരും കാലങ്ങളിൽ ഇത് ചെയ്യും. പിന്നെ എന്താ പറയാ, ന്യൂമറിക്കലി അതായത് എങ്ങനെ ഇത് കമ്പ്യൂട്ടറിൽ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിന്ന് ഈ ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ തന്നെ ഈസ് ഗിവിംഗ് ഗുഡ് റിസൾട്ട്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് എന്താ പറയാ ന്യൂമറിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ചെയ്യാം. പ്ലീസ് അപ്രോക്സിമേറ്റ് x squared x cubed using first order approximation and second order approximation using Taylor series analytically, numerically, and as a program in C# language for both first order and second order approximation. ഇത് മറ്റേ ഹ്യൂറിസ്റ്റിക്സ് ആയിട്ട് പിന്നെ അതൊരു നോമായതാണോ ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും? അത് ഞാൻ പറയാം, ഇതിപ്പോ അപ്രോക്സിമേഷൻ ആണ്, ഏതാണ്ട് സെയിം മാത്തമാറ്റിക്സ് ആണ് മറ്റേ ഇതിനും. ഏതാ മിനിമം മാക്സിമയ്ക്കും ഇതുണ്ടല്ലേ. ഇപ്പൊ ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് സെക്കൻഡ് ഓർഡർ ഉണ്ടായി. ഇപ്പൊ നമ്മൾ നേരത്തെ ഇത്രയാണ് ഇവാലുവേറ്റ് ചെയ്തത്, ഇത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ. ഇപ്പൊ എക്സ് സ്ക്വയർ അവര് ചെയ്യണുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ഓർഡർ 2x കിട്ടി, പിന്നെ എന്താ പറയാ ഇതിപ്പോ എക്സ് സ്ക്വയർ ആണ്. ഈ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷനും ഡിഫറൻഷിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ അതല്ല. ഇപ്പൊ ടൈലർ സീരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നിങ്ങളൊരു ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മാത്തമാറ്റിക്കൽ ഹ്യൂറിസ്റ്റിക്സ് ആണ്. അപ്പോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് അത്. ഇപ്പൊ നമുക്ക് ടൈലർ സീരീസ് ഡിറൈവ് ചെയ്യാം നമുക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്രോച്ച് എന്ന് പറയാൻ പറ്റുമോ? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ആണോ? വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഇപ്പൊ ഇതിനൊരു വെൽ ഡിഫൈൻഡ് മാക്സ് ഉണ്ട്, കണ്ടോ? അപ്രോക്സിമേഷൻ ഡിഫറൻസിയേഷൻ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് അല്ലെ? അങ്ങനെയല്ല, ഡിഫറൻഷിയേഷൻ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുണ്ട്. അപ്രോക്സിമേറ്റ് ഈ ഫംഗ്ഷൻ ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക, ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യുക, രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ മാത്ത് സിമിലർ ആണ്. ഇതൊരു പെർട്ടിക്കുലർ മറ്റേ സിംബോളിക് ആണ്. ഇതൊരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാല് സിംബോളിക് ആണ്, അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം, അങ്ങനെയാണോ? അതാണ് ഉദ്ദേശിച്ചത്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാല് സിംബോളിക്കും അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ പോയിന്റ്. ഒപ്റ്റിമൈസേഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ എന്താ ചെയ്യണേ, മറ്റേ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എക്സ് കണ്ടുപിടിച്ചു എന്ന് വെച്ചോ, എന്നിട്ട് അത് മനസ്സിലാക്കി മിനിമയെന്ന്. അവിടുത്തെ വാല്യൂ അതാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അല്ല, അപ്പൊ നിങ്ങക്ക് കിട്ടിയേക്കണത് ഇപ്പൊ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ അല്ലാന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യും? സൈൻ എക്സും കോസ് എക്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങക്കത് അനലിറ്റിക്കലി വാല്യൂട്ട് ചെയ്യാൻ പറ്റൂല, ന്യൂമറിക്കലി അപ്രോക്സിമേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കോളേജ് ടെക്സ്റ്റിൽ വരുന്ന എല്ലാ ഫോർമുലയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, അപ്രോക്സിമേറ്റ് അല്ല, കറക്റ്റ് ആയിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിറ്റർമിനിസ്റ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മിക്കവാറും ഒരു പോളിനോമിയലേ വരുള്ളൂ വിച്ച് ക്യാൻ ബി ഇവാലുവേറ്റഡ്. എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടിയേക്കണ പോളിനോമിയലിന്റെ പവർ 10th പവർ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് അപ്രോക്സിമേറ്റ് ചെയ്ത് ഇപ്പൊ EMIയുടെ കാൽക്കുലേഷൻ ഒക്കെ ആകുമ്പോൾ മറ്റേ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോർമുല ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോ നിങ്ങളുടെ ഫംഗ്ഷൻ 5th പവറുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വെച്ചോ. അപ്പൊ ഒരു പർട്ടിക്കുലർ കർവല്ലേ വരുള്ളൂ.
അത് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്. അപ്പോ ആയിരിക്കില്ല, മനസ്സിലായില്ല, അതാണ് എനിക്ക് തമാശ. അതൊരു റേഞ്ചിലൊക്കെ ആയിരിക്കുള്ളൂ. സാറേ ഇത് ഞാൻ നേരത്തെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് ചോദിച്ചതില്ല. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ എറേഴ്സ് മിനിമൈസ്ഡ് ആവും, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ സങ്കല്പിച്ചത്. അതെ 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 അതെ. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ ചെയ്തപ്പോ ഇവിടെ കറക്റ്റ് ആയില്ല, 2x കിട്ടിയേ, മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞ x² കിട്ടണ്ടേ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോ. ഇപ്പൊ x³ വരുമ്പോ മനസ്സിലായില്ലേ? ഇതിപ്പോ ഇപ്പൊ എന്താ പറയാ, ഈ എക്സ്പാൻഡ് x³ അപ്പൊ x³ = എന്താ പറയാ, ഇപ്പൊ 3x² അടുത്തേക്ക് വന്നെന്നാ പറയണേ, മനസ്സിലായില്ലേ? അല്ല ഇത് ഈ മറ്റേ ഈ മൾട്ടിപ്ലിക്കേഷനെ അഡീഷനിലോട്ട് മാക്സിമം അഡീഷൻ കൊണ്ടുവരാൻ നോക്കാന്നുള്ളൊരു ഇതുണ്ടല്ലോ ഇവിടെ ശരിക്കും. അതായത് അതെ അതെ. അല്ല പക്ഷേ ഞാൻ പറയണ പോയിന്റ് വെച്ചാല് ഇങ്ങനെ ഇല്ലെങ്കിൽ പണ്ട് ഇത് tedious ആയിരുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോ നമുക്ക് പ്രോഗ്രാം എഴുതാൻ എളുപ്പമല്ലേ, കണ്ടില്ലേ? കൈ കൊണ്ട് ചെയ്യുന്നത് പിന്നെന്താണോ ഇത് ചെയ്യുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് ഇത് ഇവിടെ ഔട്ട്പുട്ടും വരും വേണമെങ്കിൽ. പൈത്തൺ ഓടിക്കും. ഏതാ ഇവിടെ അവര് ഏതാ ഇല്ല പൈത്തണിൽ ചെയ്യുകയാണെങ്കിൽ അവർ ഓടിക്കുന്നല്ല പറഞ്ഞു എന്താ ഓടിക്കുമെന്ന്. അല്ല കമ്പ്യൂട്ടേഷൻ ഓടിച്ചവിടെ റിസൾട്ട് കിട്ടുന്നു. പൈത്തൺ ആണെങ്കിൽ സാറി പൊട്ട ലാംഗ്വേജിലൊക്കെ ചെയ്യാനല്ല വെറുതെ വെറുതെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ചൊറിയരുത്. ഇവിടെ ലാംഗ്വേജ് ഉള്ളൂ, അരുണില്ലാത്ത നന്നായി. എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് ചെത്തുവാൻ. വാലിഡേറ്റ് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് അവരടിക്കും. അല്ല ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ മെയിൻ പ്രശ്നം ഇപ്പൊ ടൈലർ സീരീസ് എങ്ങനെ ഇത് ചെയ്യണേ, അത് കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ എളുപ്പം. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ ഇത് പഠിച്ച സ്ഥിതിക്ക് കുറച്ച് മെട്രിസസ് അറിയാമെങ്കിൽ സെക്കൻഡ് ഓർഡർ ഫംഗ്ഷനും സെക്കൻഡ് ഓർഡറും ഇപ്പൊ 3x3 മെട്രിസസിന്റെ വരെ നമ്മള് കോഡും കൈയൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ n/n വല്ല ന്യൂമറിക്കൽ കാണലോ മറ്റേ വെച്ചിട്ട് ട്രസ്റ്റ് ചെയ്യുക അതിനെ. ഇപ്പൊ എന്താ അറിയാവോ, അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമുക്ക് ഇന്നെന്താണ് നമ്മളിപ്പോ ഇന്ന് പഠിച്ചത്, ഡിഫറൻഷ്യൽ ഇന്റഗ്രേഷൻ അല്ല ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ കാൽക്കുലസ്, ഇൻഫിനിറ്റെസിമൽ കാൽക്കുലസ്. ആ ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. ബൈനോമിയൽ തിയറം ആണ് ഈ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 വേരിയബിൾ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഇപ്പൊ x⁻n ആണെങ്കിൽ nx⁻n-1 എങ്ങനെയാ വർക്ക് ചെയ്യണതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഈ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ്, നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ഇത് രണ്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ സുവാറ്റ് ഈക്വേഷൻ ഡിറൈവ് ചെയ്തു. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ മാക്സിമം ആൻഡ് മിനിമം, അതായത് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് മറ്റേ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് മിനിമം ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് മാക്സിമം ആണ്. അപ്പോൾ അതാ പഠിച്ച. പിന്നെ ഈ മറ്റേ ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താന്ന് പഠിച്ചു. ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ അപ്രോക്സിമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ടു ദ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ തന്നെ 11.94 വന്നു 12 വരേണ്ട സ്ഥലത്ത്. അപ്പൊ അത് കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യും. അതായത് പിന്നെ ഇനിയുണ്ട് ഇതിപ്പോ ഫോർവേഡ് ബാക്ക്വേഡ് സെന്റർ ആണ് കണ്ടുപിടിച്ചത്. പിന്നെ 5 ടേമിന് ഒരു 3-4 മെത്തേഡും കൂടി ഉണ്ട്. ഫംഗ്ഷൻ കുറച്ചും കൂടി നല്ല
ടൈറ്റ് ബൗണ്ട് കിട്ടുന്ന. പിന്നെ അപ്പൊ അതിന്റെ അൽഗോറിതമിക് കോംപ്ലക്സിറ്റി ഒക്കെ കൂടും കണ്ടോ, അവിടെ OH³ എന്നൊക്കെ പറഞ്ഞു തന്നെ കണ്ടോ. അപ്പോ ഈ ടൈലർ സീരീസിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മളിപ്പോ ഗീവ് അപ്രോക്സിമേഷൻ ഓഫ് ഈ exp sin cos tan cosec sec in radians, which is in a form amenable to evaluation using a computer. ഇപ്പൊ അവര് നേരത്തെ ചാപ്റ്റർ കൂടി എല്ലാം കൂടി ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ റേസ് ടു എക്സ് കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം ടൈലർ സീരീസിൽ നിന്ന് കിട്ടിയതാ. ഇത് മക്ലോറിൻ സീരീസ്. ഓക്കെ. cos 0 1 ആണ്. അങ്ങനെ അപ്പൊ ഇത് വെച്ചിട്ട് ഇതും കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻ ആണ്. derive these formulas using കണ്ടില്ല ഇങ്ങനെ സൈൻ കോസ് കോസം മൈനസ് സൈൻ. അപ്പൊ അതിങ്ങനെ ഈ എന്താ പറയാ, ഏതിനെ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ ഇത് ഓരോന്ന് അങ്ങനെ ഇത് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ തൽക്കാലം ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ പാർട്ട് എടുത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോ ബേസിക് ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് നമ്മൾ സുവാറ്റ് കാൽക്കുലേറ്റ് കുറച്ച് മാക്സിമം മിനിമം ഫംഗ്ഷൻ ഈ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഐ തിങ്ക് ഇത് സ്ലൈഡും നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു കാൽക്കുലസ് 101 കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ബിഫോർ വി വൈൻഡ് അപ്പ്? എന്തായാലും എനിക്ക് തോന്നുന്നു ചാൻ അക്കാഡമി ഫോർമലി കുറെ കാര്യങ്ങൾ തരുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഇൻറ്റ്യൂട്ടീവ് ഫീൽ അവിടെ നിന്ന് കിട്ടിയത്. പക്ഷെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ റെഫറൻസ് ആവും. ഇവിടെ കിട്ടിയ ഇനിയിപ്പോ ഈ ഓരോന്ന് എങ്ങനെയാണ് ഒരു പേനയും പെൻസിലും വെച്ചിട്ട് ഓരോ ഫോർമുലയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ ഇമോഷണൽ കണക്ട് കിട്ടും. അപ്പൊ ഞാൻ ഇത് വൈൻഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസിനെ കുറിച്ചായിരുന്നു. അപ്പോ ദിസ് ഈസ് ഫോർ anybody who has done any calculus or who has done some calculus as part of their +2 education or engineering education, forgot it. അവർക്ക് പെട്ടെന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാണ് പഠിച്ചത്. ഇത് ജനറൽ ഫോം ഉണ്ട്, x⁻n = n x⁻n - 1. അത് ബൈനോമിയൽ തിയറത്തിന്റെ
സഹായത്തോടെയാണ്. അത് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് കാൽക്കുലസ് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, റൂട്ട് ഓഫ് എക്സ്, രണ്ട് രീതിയിൽ. അതായത് നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ നിന്നും ഇത് ചെയ്യാൻ പറ്റും. മറ്റേ ഫംഗ്ഷന് മറ്റേ എന്താ പറയുക, ഈ പവർ റൂൾ വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. 1/x പറ്റും. പിന്നെ ലോഗരിതം കുറച്ച് അപ്രോക്സിമേഷൻ്റെ ആവശ്യമുണ്ട്. നാച്ചുറൽ ലോഗരിതമാണ്. അതിൻ്റെ ഇൻവേഴ്സായ ഇറേസ് ടു എക്സ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ സൈൻ എക്സിൻ്റെ ഇപ്പോൾ കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു നീഡ് നോട്ട് മെമ്മറൈസ് എവറിത്തിങ്, യു അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സം കീ നോഷൻസ്. പിന്നെ നമ്മൾ സുമാറ്റിക് ഇക്വേഷൻ ആണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഇനിഷ്യൽ വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി റെസ്പെക്ട് ടു ടൈം ആണ്, ഇത് ഫൈനൽ വെലോസിറ്റി ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് മറ്റേ എന്താ പറയുക, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. പിന്നെ അത് വെച്ചിട്ട് സുവാറ്റി ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് സുവാറ്റി ഇക്വേഷൻ, സെക്കൻഡ്, തേർഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. പിന്നെ കാൽക്കുലസിലെ മാക്സിമം ആൻഡ് മിനിമം, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ വെച്ചിട്ട് മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് ന്യൂമറിക്കൽ ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യാം, ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, സെൻറ്റർ ഡിഫറൻസ് ഉണ്ട്. പിന്നെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. ചാറ്റ് GPT, ഖാൻ അക്കാഡമി ഉപയോഗിച്ചിട്ട് ബേസിക്കലി നിങ്ങൾക്ക് യു ക്യാൻ ഫർദർ യുവർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവായെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ ഫ്രം ദ ഡിസ്കഷൻ. ഐ ആൾസോ ലേൺ സംതിങ്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.